ശ്വാസം കിട്ടാതാവുക, അമിതമായിട്ട് വിയർക്കുക, പിന്നെ അതിൻ്റെ കൂടെ നമ്മളിപ്പം മരിക്കും എന്നുള്ളൊരു ചിന്ത വരെ വരും. ഹൃദയാഘാതം എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു മാനസിക പ്രശ്നമുണ്ട്, പാനിക് ഡിസോർഡർ. പലപ്പോഴും ചില രോഗികളെ നമ്മൾ കാഷ്വാലിറ്റി കൊണ്ടുവരും. ഭയങ്കര നെഞ്ചുവേദന, ശ്വാസം കിട്ടുന്നില്ല, പിന്നെ ആ ഒരു ഓവർ പേടിയൊക്കെ ആയിട്ട് അങ്ങനെ കൊണ്ടുവരും. അപ്പോൾ തുടക്കത്തിൽ നമുക്ക് ഡോക്ടർമാർക്കും തോന്നുന്നത് ഹാർട്ട് അറ്റാക്ക് ആണോ എന്ന് പറഞ്ഞ് നമ്മൾ ECG, എക്കോ, ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യും. പക്ഷെ അതിലൊന്നും യാതൊരു പ്രശ്നവും കാണില്ല. ഇതിനാണ് നമ്മൾ പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത്. ഈ പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത് ആവർത്തിച്ച് വരുന്ന ഒരു അവസ്ഥക്കാണ് നമ്മൾ പാനിക് ഡിസോർഡർ എന്ന് പറയാം. അപ്പോൾ ഡോക്ടർ അവരോട് പറയും ടെൻഷനാണ്, പക്ഷെ ചില സമയത്ത് പ്രത്യേകിച്ച് അങ്ങനെ ടെൻഷനോ ഇതൊന്നും ആ ടൈമിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഈ ഒരു പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു അമിതമായിട്ടുള്ള ഭയം, പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ, നമ്മൾ നെഞ്ചിടിപ്പ് കൂടി വരിക, ശ്വാസം കിട്ടാതാവുക, അമിതമായിട്ട് വിയർക്കുക, പിന്നെ അതിൻ്റെ കൂടെ നമ്മളിപ്പം മരിക്കും എന്നുള്ളൊരു ചിന്ത വരെ വരും. ഇത് വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് കാണുമ്പോൾ. പക്ഷെ നമ്മളിത് ഒരിക്കലും അപകടമുള്ള ഒരു അവസ്ഥയല്ല. നമുക്കൊരാളെ ശാരീരികമായിട്ട് ഒന്നും സംഭവിക്കില്ല ഈ പാനിക് അറ്റാക്ക് വരുന്നതുകൊണ്ട്. പക്ഷെ ഇത് ആവർത്തിച്ച് വരുന്നതുകൊണ്ട് അവരെ ദൈനംദിന ജീവിതം ബാധിക്കപ്പെടാണ്. അവർക്ക് ഒരു കാര്യത്തിൽ ഇറങ്ങി ചെല്ലാൻ കഴിയുന്നില്ല, ഒറ്റയ്ക്ക് പോകാൻ പേടിയായിരിക്കും. ഇത് എപ്പോൾ വരും എന്നുള്ളൊരു ചിന്ത അവർക്ക് നിരന്തരം വന്നുകൊണ്ടിരിക്കും. ഇത് ചികിത്സയോട് കൂടെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ പറ്റിയ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ ലക്ഷണങ്ങൾ നമ്മൾ നിരന്തരം കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഇതിന് ചികിത്സ തേടാം. ഇതിന് വളരെ എളുപ്പത്തിൽ ഇത് നിയന്ത്രിച്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്.